ഇപ്പോൾ നമ്മളൊരു മലയാളം വാക്യം ധ്യാനിക്കാം. സങ്കീർത്തനം 53 അതിൻ്റെ 6 വാക്യം. സിയോനിൽ നിന്ന് ഇസ്രായേലിന് രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ഇന്ന് നമ്മളെന്തോ കാണുന്നത്, രാഷ്ട്രങ്ങൾ ഇതെല്ലാം അതിൻ്റെ സംഭവിക്കുന്ന ഒരു അന്ത്യകാലമായതുകൊണ്ടാണ്. അന്ത്യകാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ, നമുക്കൊരു സ്ഥിതി ഉണ്ടല്ലോ, നമ്മുടെ സ്ഥിതി മാറ്റുന്ന ഒരു കർത്താവ് നമ്മുടെ സ്ഥിതി മാറ്റും. ചിലർ വളരെ പാവപ്പെട്ടവർ ഇപ്പോൾ പണക്കാരായിട്ടിരിക്കുന്നു. എന്താ അവരുടെ സ്ഥിതി ദൈവം മാറ്റി? അതിന് കാരണം കർത്താവ് യേശുക്രിസ്തു ഒരു വീട്ടിൽ കടന്നെത്തുമ്പോൾ അവരുടെ സ്ഥിതിയെല്ലാം മാറ്റും. എല്ലാ സ്ഥിതികളും മാറിപ്പോകും. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. യോബ് എന്തുവാ പറയുന്നത്? യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നമുക്ക് വായിക്കാം. യോബിൻ്റെ പുസ്തകം നമ്മൾ മുഴുமைയായിട്ട് ഒന്ന് വായിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അനുഗ്രഹമായിരിക്കും. ഇതുണ്ട്, യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. യോബ് 42 അധ്യായം 10 വാക്യം. അത് ദൈവം യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അതുപോലെ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തും. നമ്മളും പ്രാർത്ഥിക്കാൻ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും. യോബ് തൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നെത്തി. ശരീരം മൊത്തം പരിക്കളും. തൻ്റെ ഭാര്യ പറഞ്ഞ് ഉപേക്ഷിക്കാൻ, ദൈവത്തെ ഉപേക്ഷിക്കാൻ, നീ ഇന്ന് ജീവിക്കുന്നു എന്ന് വഴക്ക് പറഞ്ഞു ചെയ്തപ്പോൾ യോബ് പറഞ്ഞു, നീ പൊട്ടിയാണോ, ഞാൻ എൻ്റെ ദൈവത്തെ തള്ളിക്കളയത്തില്ല എന്ന് പറഞ്ഞ ദൈവത്തിന് വേണ്ടി നിലനിന്ന സ്ഥാനത്താണ് അറിയാം. യോബ് തൻ്റെ സ്നേഹിതന്മാർ വരുന്നു, അവരും വഴക്ക് പറയുന്നു. യോബ് വാഗുകൊണ്ട് നാവുകൊണ്ട് ഒരു പാപവും ചെയ്തില്ല എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മളതുപോലെ പഠിക്കാം. നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുന്നു, ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ അടിയാണ്. ദൈവം അത് വിടുവിക്കപ്പെടും. ദൈവത്തിൻ്റെ സമയം വരുമ്പോൾ ഇതെല്ലാം വിടുവിക്കും. കർത്താവ് ഉയർത്തും. കർത്താവ് നമ്മുടെ രാജ്യത്ത് ഉയർത്തുന്ന കാര്യം എന്താണ്? 2 Chronicles chapter 7 verse 15 പറയുന്നത് എന്താണ്? 16-14 ആണ്. നോക്കാം. 2 ദിനവൃത്താന്തം 7 അധ്യായം. 2 ദിനവൃത്താന്തം 7 അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തുവാ ഉള്ളത് നമുക്ക് പിടികിട്ടും. ഞാനീ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പഠിക്കുന്ന 10th വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാനീ പറയുകയാണ്. ശ്രദ്ധിക്കൽ. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ അവൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ രോഗങ്ങൾ അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തിയിരിക്കുന്നു. ഇതാണ് അധ്യായം. നമ്മുടെ സ്ഥിതിക്ക് ഭേദം, നമ്മുടെ ദേശത്തിന് സ്ഥിതിക്ക് മാറ്റം വരുത്തും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.